എല്ലാവർക്കും sRuchikootiലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ നിങ്ങൾക്കായി ചെയ്യാൻ പോകുന്നത് ചെമ്മീൻ ബിരിയാണിയാണ്, പ്രോൺസ് ബിരിയാണി. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ചെമ്മീൻ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഫസ്റ്റ് കൊണ്ടുവരാം. അപ്പോൾ ഞാൻ ചെമ്മീൻ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് സ്വല്പം ഉപ്പ്, സ്വല്പം മഞ്ഞൾപ്പൊടി, ഇത് രണ്ടും ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്കിനി ഇതൊരു 10-20 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോഴത്തേക്ക് ഉപ്പെല്ലാം നന്നായിട്ട് ഇതിലേക്ക് പിടിക്കും. മസാലയ്ക്ക് വേണ്ടി നമ്മൾ ആദ്യം തന്നെ പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ഇത് മൂന്നും കൂടെ മിക്സിയിൽ നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുത്തു വെക്കണം. ഫസ്റ്റ് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് ഒരു പാൻ ചൂടാക്കാൻ വയ്ക്കാം. പാൻ ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോണത് സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനാണ്. എണ്ണയൊന്ന് ചൂടാവണം. 2 സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതുപോലെ നൈസായിട്ട് കട്ട് ചെയ്തെടുത്താണ്. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായി ഒന്നിത് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ്. സ്വല്പം ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പോൾ നന്നായി ഫ്രൈ ആയി വരുന്നുണ്ട്. ഇതുപോലെ എല്ലാ സവാളയുടെ പീസും നന്നായിട്ട് ഫ്രൈ ആയി വരണം, ഒരേപോലെ ബ്രൗൺ കളറിൽ. അപ്പോൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. മീഡിയം ഒരു ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇപ്പോൾ സവാള എല്ലാം നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. എല്ലാം ഒരു പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതുപോലെ നിരത്തിയിടുക. അപ്പോഴത്തേക്ക് ചൂടാറുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി മസാല റെഡിയാക്കാൻ പോകുന്നതാണ്. അപ്പോൾ സെയിം ഓയിൽ, നമ്മൾ സവാള ഫ്രൈ ചെയ്തെടുത്ത സെയിം ഓയിൽ തന്നെ നമ്മൾ യൂസ് ചെയ്യണം. അപ്പോൾ ഇത് വേസ്റ്റ് ആവില്ല. ഇതിലേക്ക് ഓയിൽ ചൂടാകുമ്പോൾ പട്ട, ഏലക്ക, തക്കോല, ഗ്രാമ്പു, 2 ബേ ലീഫ്, ഇത്രയും ഇട്ട് നമുക്കൊന്ന് ഫസ്റ്റ് മിക്സ് ചെയ്യാം. ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ആവണം. ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഞാനൊരു 2 സവാളയാണ് എടുത്തിരിക്കുന്നത്, മീഡിയം സൈസിലാണ്. ഇതിലേക്ക് സ്വല്പം ഉപ്പും ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. സവാള വാടി വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നേരത്തെ ഞാൻ ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതും കൂടി ഇതിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ ആ പച്ച മണമെല്ലാം മാറുന്ന വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറിയതിന് ശേഷം നന്നായിട്ട് വഴറ്റി വരുമ്പോഴത്തേക്കും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. ഞാൻ 2 ചെറിയ തക്കാളി, ഒരു മീഡിയം സൈസിലോ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്, ചെറുതായിട്ട് കട്ട് ചെയ്ത് അതും ഇട്ട് നന്നായി മിക്സ് ചെയ്ത് തക്കാളി നന്നായിട്ട് വെന്ത് വരണം. അതുവരെ നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ സവാളയും തക്കാളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം എപ്പോഴും മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാൻ. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി ഒരു 3 ടീസ്പൂൺ, മുളക് പൊടി, ഞാൻ കാശ്മീർ ചില്ലി പൗഡറാണ് എടുത്തേക്കണത്, ഒരു 2.5 ടീസ്പൂൺ. അടുത്തത് ഗരം മസാലപ്പൊടി ഒരു 1.5 ടീസ്പൂൺ. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കണം. നന്നായി മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് പുതിനയില, മല്ലിയില സ്വല്പം ഇട്ടാൽ മതി. ഇട്ടൊന്നും കൂടി മിക്സ് ചെയ്യാം.
അതിനുശേഷം നേരത്തെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ച ചെമ്മീൻ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇതിലേക്ക് നമുക്ക് സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. അധികം ഒഴിക്കേണ്ട, സ്വല്പം. ചെമ്മീൻ ബിരിയാണി ചെയ്ത് നോക്കാത്തവർ തീർച്ചയായും ചെയ്ത് നോക്കുന്നുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ്സ് ഒന്ന് വേവിച്ചെടുക്കാം. ചെമ്മീൻ റെഡിയാവുന്ന ടൈം കൊണ്ട് ഞാൻ കുറച്ച് വെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ട് അരി വേവിച്ചെടുക്കാൻ. അപ്പോൾ വെള്ളത്തിലേക്ക് തക്കോലം, പട്ട 3 ഏലക്ക, ബേ ലീവ്സ്, ഇത് ഇത്രയും ഇട്ട് ഒന്ന് നന്നായിട്ട് തിളപ്പിക്കണം. അപ്പോൾ വെള്ളം തിളച്ച് വരുമ്പോഴത്തെ സമയം കൊണ്ട് നമുക്കതിലേക്ക് അരിക്ക് വേണ്ട ഉപ്പിട്ട് കൊടുക്കാം. ഞാനൊരു 3 ടേബിൾ സ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. അതിനുശേഷം സ്വല്പം ഓയിൽ. ഞാൻ അരി എടുത്തിരിക്കുന്നത് ഈ ഒരു ഗ്ലാസ് അളവിലാണ് അരി എടുത്തിരിക്കുന്നത്. 5 ഗ്ലാസ്സാണ്. നമുക്ക് അരി നേരത്തെ ഞാനൊരു 30 മിനിറ്റ് കുതിർത്ത് വെച്ച അരിയാണ്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അരി ഇട്ട ശേഷം നമുക്കൊന്ന് പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പെല്ലാം കറക്റ്റാണ് നോക്കാം. ഒരു 3/4 വേവ് ആവുന്നത് വരെ വേണം നമുക്കിത് അരി വേവിച്ചെടുക്കാൻ. അപ്പോൾ നമുക്കത് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ അരി വേകുന്ന സമയം കൊണ്ട് നമ്മുടെ ചെമ്മീൻ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ലാസ്റ്റ് 2 ഇൻഗ്രീഡിയൻസും കൂടെ നമുക്ക് ഇടാനുണ്ട്. ഒന്ന് നമുക്കിടേണ്ടത്, നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സവാള കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഈ സവാളയുടെ ഒരു മൊരി ഇതിലേക്ക് കിട്ടുമ്പോൾ. പിന്നെ നമുക്ക് വേണ്ടത് തൈരാണ്. നല്ല പുളിയുള്ള തൈരാണെങ്കിൽ അതനുസരിച്ച് ഇട്ടാൽ മതി. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. തൈര് ഇടുമ്പോൾ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം തൈരെല്ലാം ഇടാൻ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ്സും കൂടെ നമുക്ക് ഇതേപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അടച്ചൊന്നും വയ്ക്കേണ്ട, തുറന്ന് വെച്ചൊന്ന് ചെയ്താൽ മതി. ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്ത് ഉപ്പെല്ലാം ഇട്ട് കൊടുക്കണം. സ്വല്പം ഉപ്പിൻ്റെ കൂടെ ആവശ്യമുണ്ട്. അപ്പം ഞാൻ അതും കൂടെ കുറച്ച് ഇട്ട് കൊടുത്തേക്കാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ്സും കൂടെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ചെമ്മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ആവശ്യത്തിന്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് അരി എന്തായെന്ന് നോക്കാം. അപ്പം അരിയെല്ലാം കറക്റ്റ് വേവായിട്ടുണ്ട്. ഒരു 3/4 വേവായിട്ടുണ്ട്. നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കൊന്ന് ഒരു അരിപ്പ പാത്രത്തിലേക്ക് എടുത്ത് വാർക്കാം. ദം ചെയ്യാൻ വേണ്ടി നമുക്കൊരു പാൻ ഇതുപോലൊരു പാത്രം എന്തെങ്കിലും വയ്ക്കാവുന്നതാണ്. അതിനുശേഷം അതിലേക്ക് സ്വല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് എല്ലായിടത്തേക്കൊന്ന് സ്പ്രെഡ് ചെയ്യാം. ഓയിൽ നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓരോ ലെയറായിട്ട് ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് നമുക്ക് റൈസ് കുറച്ചിട്ട് കൊടുക്കാവുന്നതാണ്. എല്ലായിടത്തേക്കും എല്ലാ സൈഡിലേക്കും ആവുന്ന രീതിയിൽ ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് സവാള ഫ്രൈ ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ചെമ്മീൻ മസാല അതിലേക്ക് ഒരു പകുതി ഇട്ട് കൊടുക്കാം. എല്ലായിടത്തേക്കും ഒന്ന് പതുക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
ശേഷം റൈസ് ഇട്ട് കൊടുക്കാം. ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കണം. ഇനി ഇതിൻ്റെ മേലെ കുറച്ചും കൂടെ സവാള ഫ്രൈ ചെയ്ത് ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില. എസൻസിന് പകരം ഞാൻ മഞ്ഞൾപ്പൊടി ആണ് മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഒന്ന് ലൈറ്റായിട്ട് എല്ലായിടത്തേക്കും ഒന്ന് ചെറുതായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിന് ശേഷം നമുക്ക് ബാലൻസ് ഉള്ള ചെമ്മീൻ്റെ മസാലയും കൂടെ മേലെ ഇട്ട് കൊടുക്കാവുന്നതാണ്. എല്ലായിടത്തേക്കും എല്ലാ ഭാഗത്തേക്കും നമുക്കൊന്ന് പതുക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തേക്കും ആയിട്ടുണ്ട്. ഈ ബാലൻസ് ഉള്ള റൈസും കൂടെ മേലെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോഴേ ചെമ്മീൻ എല്ലാം കൂടെ ഉള്ള ആ സ്മെല്ല് വരുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതുവരെ ചെയ്ത് നോക്കാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ആദ്യമേ പേടിച്ചൊക്കെ ഇരുന്ന് വെച്ചതാണ് നല്ലതായിരിക്കുമോ എന്നൊക്കെ വിചാരിച്ച്. പിന്നെ ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്കും ഇഷ്ടപ്പെട്ടു. നമ്മൾ നോർമലി ചിക്കൻ അല്ലെങ്കിൽ ബീഫൊക്കെയാണ് യൂസ് ചെയ്യാറുള്ള. ഇപ്പം എല്ലായിടത്തേക്കും റൈസ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മേലെ മഞ്ഞൾപ്പൊടി ലൈറ്റായിട്ട് ഒന്ന് എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അവിടെ ഇവിടെ ആയിട്ടൊക്കെ ബാലൻസ് എല്ലാം മല്ലിയിലയും കൂടെ ലൈറ്റായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. മല്ലിയിലേക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് കൂടുതലും കുറവൊക്കെ ഇടാം കേട്ടോ. ഞാനങ്ങനെ അധികം ഇടാറില്ല. പിന്നെ സവാള ഫ്രൈ ചെയ്തതും കൂടെ ഇട്ട് നമുക്കിത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നെയ്യ്, നല്ല നെയ്യ്, മിൽമയുടെ നെയ്യാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് മേലെ ഇങ്ങനെ ആവശ്യമനുസരിച്ച് നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ഇട്ട് കൊടുക്കാം. നെയ്യ് കുറച്ച് ഇട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഡാൽഡ ഞാൻ പൊതുവേ യൂസ് ചെയ്യാറില്ല ബിരിയാണിക്ക്. ലാസ്റ്റ് നമുക്ക് കുറച്ച് റോസ് വാട്ടർ ഒന്ന് മേലെ ലൈറ്റായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതൊരു എസൻസ് ആണ്, ഒരു ടേസ്റ്റ് കിട്ടും ബിരിയാണിയുടെയൊക്കെ. നല്ലൊരു ഫ്ലേവറാണ് വരാം. ഓക്കെ, അപ്പോൾ എല്ലാം ദമ്മിന് വേണ്ടി നമ്മൾ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച ശേഷം ഒരു ലോ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് ഓൺ ചെയ്ത് വെക്കണം. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യണം. അപ്പോഴത്തേക്കും ബിരിയാണി റെഡിയാവും. അതിനുശേഷം ഓപ്പൺ ചെയ്യരുത്. അതിനുശേഷം നിങ്ങളൊരു 30 മിനിറ്റ്, കുറഞ്ഞതൊരു 30, എത്രത്തോളം ഇരിക്കുന്ന അത്രയും ടേസ്റ്റ്, ഒരു 30 മിനിറ്റ് കൂടെ നമുക്ക് അടച്ച് അതേപോലെ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വെക്കാം. അതിനുശേഷം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പം അത് വരുന്നില്ലാരും വെയിറ്റ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം അരമണിക്കൂർ നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കിത് ഓപ്പൺ ചെയ്യാം. നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ചെമ്മീൻ ബിരിയാണി, പ്രോൺസ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് പതുക്കെ മിക്സ് ചെയ്ത് നോക്കാം. എന്താ റൈസ് എല്ലാം ഇതായി നല്ല ഇതായി വന്നിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് എടുക്കാം. ഒരാൾ വന്നിട്ടുണ്ട് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി. ഇത് നോക്കിക്കേ, എങ്ങനെയുണ്ട്. ഞങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ചൂടുണ്ട് കേട്ടോ. ചെമ്മീനെടുത്തോളൂ. എന്നിട്ടുണ്ടോ നോക്കിയാൽ എങ്ങനെയുണ്ട്? കറക്റ്റുണ്ടോ? ചോറെല്ലാം കറക്റ്റായിട്ട്, അരിയെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കറക്റ്റ് വേവാ, കുഴഞ്ഞൊന്നും പോയിട്ടില്ല. അതിനൊന്നും കഴിക്കാൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. സൂപ്പർ ടേസ്റ്റ് ആണ്. കൊള്ളാട്ടോ. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയണല്ല, ടേസ്റ്റ് ആയിട്ടുണ്ട്. ചെമ്മീനൊക്കെ നന്നായിട്ട് വെന്തിട്ടൊക്കെ ഉണ്ട്. എല്ലാം നന്നായിട്ടുണ്ട്. മസാലയിലൊന്നും ഓവർ ഒന്നുമില്ല. എല്ലാം കറക്റ്റ് ഇതിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് അഭിപ്രായം അറിയിക്കാം. അപ്പോൾ അടുത്ത വീഡിയോ നല്ലൊരു റെസിപ്പിയായി ഞാൻ വരുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ്, ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇഷ്ടപ്പെട്ട ലൈക്കും കൂടി ചെയ്യണേ. അപ്പോൾ ലൈക്ക് ചെയ്തേക്കണേ. ഓക്കെ, ബൈ. ഞങ്ങളിത് കഴിച്ചു തീർക്കട്ടെ. അപ്പം